നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ അർജന്റീന 2 സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ എൽ സാൽവദോറിന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ കോസ്റ്റാറിക്കയാണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:20 അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇനി അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി അടുത്ത സ്ക്വാഡ് പ്രഖ്യാപിക്കുക കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയായിരിക്കും. ജൂൺ 21 മുതലാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത്. അർജന്റീനയുടെ സ്ക്വാഡ് തീരുമാനമായോ, അതല്ല ഇനി പുതിയ താരങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് സ്കലോണിയോട് ചോദിക്കപ്പെട്ടിരുന്നു. തങ്ങൾ ഇപ്പോഴും ഓപ്പൺ ആണ് എന്നാണ് അർജന്റീനയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് വേണമെങ്കിൽ അർജന്റീന പുതിയ താരങ്ങളെ പരിഗണിച്ചേക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആണ്. മികച്ച താരങ്ങൾ ആണെങ്കിൽ തീർച്ചയായും പുതിയ താരങ്ങളെയും ഞങ്ങൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. ഈ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് 25 താരങ്ങളുടെ ഒരു സ്ക്വാഡാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ലിസാൻഡ്രോ പരിക്ക് കാരണം പിൻവാങ്ങി. മാത്രമല്ല പല താരങ്ങൾക്കും പരിക്ക് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. ഇനി പുതുതായി ആർക്കെങ്കിലും ഇടം നേടണം എന്നുണ്ടെങ്കിൽ ഈ സീസൺ അവസാനിക്കുമ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കണം. അത്തരത്തിലുള്ള പുതുമുഖ താരങ്ങളെ ഞങ്ങൾ തീർച്ചയായും സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി 2 സൗഹൃദ മത്സരങ്ങൾ കൂടി അർജന്റീന കളിക്കുന്നുണ്ട്. എതിരാളികൾ ഇക്വഡോറും ഗോട്ടിമാലയുമാണ്. പിന്നീട് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കാനഡയെയാണ് അർജന്റീന നേരിടുക. പിന്നീട് ചിലി, പെറു എന്നിവരെയാണ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അർജന്റീന നേരിടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.